മധ്യ ഇസ്രായേൽ ഭാഗത്തേക്ക് തുരുതുരാ ഇറാന്റെ മിസൈലുകൾ വന്ന് പതിക്കുന്നത് മീഡിയകൾ ലൈവായി തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ലൈവ് റിപ്പോർട്ടുകളൊക്കെ പല ഘട്ടങ്ങളിലും ഇല്ലായിരുന്നു. വലിയ നിരോധനവും നിയന്ത്രണങ്ങളും ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഏറെക്കുറെ അതൊക്കെ നീങ്ങിയിരിക്കുന്ന രീതിയാണ് കാണുന്നത്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുന്നത് മിനിറ്റുകളുടെ വ്യത്യാസത്തിന് മിസൈലുകളുടെ പെരുമയ ഇസ്രായേലിന്റെ തലസ്ഥാനമായിരിക്കുന്ന തെല്ലവീവിനെയും പ്രാന്തപ്രദേശത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. 30 മിസൈലുകളെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ വീണിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ കൂടുതൽ മിസൈലുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതും ചിലതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാനിൽ നടത്തിയിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടങ്ങളൊക്കെ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തു. ചില ആളുകളൊക്കെ തലസ്ഥാനമായിരിക്കും തെഹ്റാനിൽ നിന്ന് മറ്റ് പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. ഇറാന്റെ ദേശീയ ടെലിവിഷൻ ആക്രമിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി വലിയ ഒരു ആക്രമ രീതികൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. ഇറാനിൽ നടത്തിയിരിക്കുന്ന ശക്തമായിരിക്കുന്ന ആക്രമണത്തിൻ്റെ പിന്നാമ്പുറമായ രീതിയിൽ ഇസ്രായേൽ തങ്ങളുടെ ജനങ്ങളോട് പറഞ്ഞത് ഇനി ഇറാന്റെ ഭാഗത്തുനിന്ന് അത്ര വലിയ രീതിയിലുള്ള അക്രമങ്ങളൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ബങ്കറിനെ നിങ്ങൾ ആശ്രയിക്കേണ്ട, തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് വല്ലാതെ വൈകുന്നതിന് മുൻപ് തന്നെ ശക്തമായിരിക്കുന്ന അക്രമ പരമ്പര തന്നെയാണ് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സന്ദേശത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച്, ഈ പെട്ടെന്നുണ്ടായിരിക്കുന്ന അക്രമത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഇതേക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാര്യം ഏറെക്കുറെ നിശ്ചലമായിരിക്കുന്ന രീതിയിലും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധവുമാണ് ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. അവരുടെ കൈവശത്തിലുള്ള ഏകദേശം 30%, 1/3 എന്നാണ് പറയുന്നത്, 1/3 മിസൈലുകളെ തകർക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന വലിയൊരു ആശ്വാസം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് വെറുതെയാണ്. എല്ലാം തെറ്റി കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് അവർ ആക്രമണം നടത്തി. അതോടനുബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ബസ്സിന് നേരെയും മിസൈൽ വീണിരിക്കുന്നു എന്നുള്ളതാണ്. ബസ്സിൽ ഒരുപാട് യാത്രക്കാർ ഉള്ള ഒരു ബസ്സാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ദുരന്തവുമായി ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ച് യാതൊരു അറിവും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ബസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള ചാനൽ റിപ്പോർട്ട് പുറത്തു വരുന്നു. ഫത്താ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കണക്ക് കൂട്ടലുകളും ഇസ്രായേൽ തെറ്റിയിരിക്കുകയാണ്. 30 മിസൈലുകൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിൽ പതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു മിസൈൽ ഭൂമിയിൽ വീണ് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഏകദേശം 5 കിലോമീറ്ററിൻ്റെ അപ്പുറമെങ്കിലും അതിൻ്റെ ശബ്ദങ്ങളും ആഘാതങ്ങളും ഉണ്ടാകുമെന്നാണ്. അവിടെയുള്ള മറ്റുള്ള ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു, ഇത്രയും ദൂരത്ത് നിന്ന് പോലും ഈ ഭൂമി കുലുക്കം പോലെയുള്ള പ്രകമ്പനമാണ് തങ്ങൾ അനുഭവിക്കുന്നത്. അത്രയ്ക്ക് ശക്തമാണ് ഇതിൻ്റെ ശബ്ദങ്ങളും അതേപോലെ തന്നെ സ്ഫോടനങ്ങളും. മരണസംഖ്യ വലിയ രീതിയിൽ ഇസ്രായേൽ കൂടിയിരിക്കുന്നു. ഇപ്പോൾ പുതിയ ഒരു ഉത്തരവ് പ്രകാരം സോഷ്യൽ മീഡിയക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു സംഭവങ്ങളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കരുതെന്നും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മീഡിയകൾക്കെല്ലാം കടുത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു. സർക്കാർ പറയാത്ത രീതിയിൽ ഒരു റിപ്പോർട്ടും പുറത്ത് വിടരുത് എന്നുള്ള ഒരു കർക്കശ നിർദ്ദേശം ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്ത് വന്നതോടുകൂടി അവിടെ നിന്നുള്ള യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. യഥാർത്ഥത്തിൽ ഇതിന് മുൻപ് ഒരു റിപ്പോർട്ട് വന്നതും അതിൻ്റെ ചില വീഡിയോസൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ നോക്കുന്ന സമയത്ത് ചില ഗസയുടെ ഭാഗങ്ങൾ പോലെ ഇസ്രായേലിൻ്റെ നഗരത്തിലെ ഒരുപാട് ഭാഗങ്ങൾ ഇങ്ങനെ മാറിയിരിക്കുന്നു എന്നാണ്. ബിൽഡിംഗ് അപ്പാടെ തന്നെ ഇരുന്ന് പോവുക, പൊടിഞ്ഞു പോവുക, ചെതറിപ്പോവുക, അതിനുള്ളിൽ ആളുകൾ കുടുങ്ങിപ്പോവുക, മരിച്ചവരെ മൃതദേഹം പുറത്തെടുക്കാൻ പറ്റാത്ത സ്ഥിതി, പരിക്കേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി, റോഡ് പോലും കാണാത്ത പുകപടലങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. ഇത്തരം സംഭവങ്ങളും ഇത്തരം സ്ഥിതികളും ഇപ്പോൾ ഇസ്രായേലിൻ്റെ പല നഗരങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതും കഴിഞ്ഞ ദിവസം ആദ്യത്തെ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്ന മിസൈൽ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അവരുടെ കൂട്ടരും കുറച്ച് ആൾക്കാരും കൂടി വരുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഈ രംഗങ്ങൾ കണ്ടത് എന്ന് ഇസ്രായേലിൻ്റെ ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് 78 വർഷം പറയുന്നുണ്ട്, അത്രയും വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഇസ്രായേലിൻ്റെ അകത്തേക്ക് കടന്നു കയറി ഒരു മുസ്ലിം രാജ്യം ഇത്രയും ഭീകരമായിരിക്കുന്ന ആക്രമണം നടത്തുന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുൻപിൽ വല്ലാത്ത രീതിയിൽ നാണം കെട്ടിരിക്കുന്ന
ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ തകർന്നു പോകുന്നു. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം അതും തകരുന്നു. കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്നു. അപ്പോൾ മുൻപ് ഗസയിൽ നിന്ന് ഹമാസ് വിട്ട തരത്തിലുള്ള ചെറിയ ചെറിയ റോക്കറ്റ് ആക്രമണത്തെ മാത്രം പ്രതിരോധിച്ച് പരിചയമുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധത്തെക്കുറിച്ച് അല്ലെങ്കിൽ മിസൈലിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ തന്നെ ഇപ്പോൾ വിലയിരുത്തുകയാണ്. അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം ആണെങ്കിലും അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമാണെങ്കിലൊക്കെ ഇതിൻ്റെ പ്രതിരോധ ശേഷി എത്രയുണ്ട് എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു. അതുകൊണ്ട് ആ പ്രതിരോധത്തെയും തകർത്തുകൊണ്ട് മുന്നേറാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് മിസൈൽ നിർമ്മാണം തന്നെ ഇറാൻ തുടങ്ങി വെച്ചത്. 2000 കിലോമീറ്റർ അതിൽ കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലാണ് ഏറ്റവും കൂടുതൽ യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിലുള്ളത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ മിസൈൽ വിടുന്ന സമയത്ത് 2 രാജ്യങ്ങൾ കടന്നു വേണം ഇസ്രായേലിലേക്ക് എത്താൻ. ഒന്ന് ഇറാഖാണ്. ഇറാഖ് കഴിഞ്ഞ് ജോർദാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രായേൽ എത്തേണ്ടത്. അല്ലെങ്കിൽ ഇറാഖ് കഴിഞ്ഞ് പിന്നെ സിറിയ വഴി എത്തണം, അല്ലെങ്കിൽ ഈജിപ്ത് വഴി എത്തണം. ഇപ്പോൾ കൂടുതലും ജോർദാൻ സൗദി ബോർഡറിലൂടെയാണ് പോകുന്നത് എന്ന് പറയുന്നു. എന്നാൽ ചില മിസൈലുകളൊക്കെ ജോർദാൻ്റെ അതിർത്തിയിൽ വെച്ച് പ്രതിരോധിക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് പ്രതിരോധ സിസ്റ്റം, അത് ആളുകൾ വെച്ചിട്ടൊന്നും അല്ലാത്ത രീതിയിൽ ഇത്തരം ശബ്ദങ്ങളും ഇത്തരം മിസൈൽ പോകുന്നതും കാണുന്ന സമയത്ത് അല്ലെ അറിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തകർക്കുന്ന ഒരു സംവിധാനം ജോർദാൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. കാര്യം അവർ പറയുന്നത് ഇറാനിൽ നിന്ന് പുറപ്പെടുന്ന മിസൈലുകൾ ഇറാഖ് വഴി ജോർദാൻ കടന്നുകൊണ്ട് ഇസ്രായേൽ എത്തണം. എന്നാൽ പല മിസൈലുകളും ഇസ്രായേൽ എത്തുന്നതിന് മുമ്പ് തകർന്നു പോവുകയോ ഇല്ലാതായി പോവുകയോ ചെയ്യുന്നുണ്ട് എന്ന് ഇറാൻ സ്ഥിരീകരിച്ചതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് ഇറാഖാണ് അവർ കൃത്യമായ രീതി പരിശോധിച്ചത്. പക്ഷേ ഇറാഖിൽ അത്തരം പ്രതിരോധ സംവിധാനങ്ങൾ എവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുമില്ല. ജോർദാൻ ആണെങ്കിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്, ഇസ്രായേലുമായിട്ട് നയതന്ത്രമുള്ള രാജ്യമാണ്, വലിയ സൗഹൃദ രാജ്യമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ജോർദാൻ്റെ അതിർത്തി കടന്നിട്ടാണ് എണ്ണത്തിൽ കുറവ് കാണുന്നത് എന്നതിനാൽ ഇതിൽ ജോർദാൻ എന്തെങ്കിലും പങ്കുവഹിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ജോർദാൻ്റെ ഭൂമിയിൽ ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി ചേർന്നുകൊണ്ട് ഇസ്രായേലിലേക്ക് പോകുന്ന മിസൈലിനെ പ്രതിരോധിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന കാര്യം ഇറാൻ ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഇതിന് സമാനമായ സ്ഥിതി ഇതിന് മുൻപ് ആദ്യത്തെ 150-ലധികം 300ഓളം മിസൈലുകൾ ഫസ്റ്റ് ഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ ഇറാൻ തൊടുത്തു വിട്ടിരിക്കുന്ന 300-ലധികം മിസൈലുകളിൽ ഏകദേശം 100ഓളം മിസൈല് ജോർദാൻ്റെ അതിർത്തിയിൽ വെച്ചിട്ടാണ് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിൽ തകർത്തത്. അങ്ങനെ അതിനുശേഷം ജോർദാനും ഇറാനും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇറാൻ ജോർദാന് വാർണിംഗ് നൽകുകയും ചെയ്തു. ഇത്തരം ഒരു വിഷയത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങളുടെ മിസൈലുകളെ തടുക്കുന്ന ഒരു സംവിധാനം നിങ്ങളുടെ രാജ്യത്ത് ഉണ്ടായാൽ തീർച്ചയായിട്ടും ശത്രു രാജ്യമായിട്ട് കണ്ട് നിങ്ങളെ ആക്രമിക്കുമെന്നുള്ളതാണ്. പിന്നീട് ജോർദാൻ്റെ വിദേശകാര്യമന്ത്രി 3 പ്രാവശ്യമെങ്കിലും ഇറാനിൽ പോയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്ന കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാനിലും അമേരിക്കയുടെ സൈനിക താവളമുണ്ട്. ആ സൈനിക താവളത്തിന് നേരെ ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിനോടനുബന്ധിച്ച് ഒരു സ്ഫോടനം അവിടെ നടന്നിട്ടുണ്ട്. 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 11ഓളം പേർക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്ത വലിയൊരു സംഭവം ആ മേഖലയിൽ നടന്നിട്ടുണ്ട് എന്നതിനാൽ ഇറാൻ ആക്രമിക്കില്ല എന്ന് ഒരിക്കലും ജോർദാൻ വിശ്വസിക്കില്ല. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളൊക്കെ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. ആയതിനാൽ തന്നെ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇറാൻ്റെ ആക്രമ പരമ്പരകൾ തുടർച്ചയായ രീതിയിൽ തന്നെ ഇപ്പം നടന്നു വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യമാണ്. ഇസ്രായേൽ തിരിച്ചറിയുന്നത് അവരുടെ സൈനിക ബലവും അവരുടെ സൈനിക ശക്തിയും മിസൈലിൻ്റെ വ്യാപനവും ഇല്ലാതാക്കാനോ തകർക്കാനോ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവർ കൂടുതൽ ശക്തരാകുന്നുണ്ടോ എന്ന് ഇസ്രായേൽ ഇപ്പോൾ സംശയിക്കുകയും ചെയ്യുന്നു.